എത്രയൊക്കെ ചോദ്യങ്ങൾ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ ഗ്രാമർ സൈഡിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ GK നിന്ന് ചോദിച്ചു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളായിട്ട് LDC മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും. എന്നാൽ ഈ ക്ലാസ് മുതൽ നമ്മൾ ഒരു പുതിയൊരു കോഴ്സും കൂടെ ആരംഭിക്കുകയാണ്. അതായത് HSA ഇംഗ്ലീഷ് എന്ന എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ ക്ലാസ്സസ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പൊ ഏതൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെ ഒന്ന് അടുത്തറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ 22/7/2015 നടന്ന HSA ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുന്നു, അതിന്റെ ആൻസറും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ചോദ്യ പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ചോദ്യ പേപ്പറിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. എത്രയൊക്കെ ചോദ്യങ്ങൾ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ ഗ്രാമർ സൈഡിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചു, എത്രയൊക്കെ ചോദ്യങ്ങൾ GK നിന്ന് ചോദിച്ചു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ നമുക്ക് ഈ പറയുന്ന HSA ഇംഗ്ലീഷ് പരീക്ഷയുടെ രീതി, അതിന്റെ നിലവാരം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്കൊന്ന് അടുത്തറിയാം. ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The person to whom Gopalakrishna Gokhale acknowledged as a spiritual and political guru. ഇത് GK-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് റെന്നഡെ. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The act which provided separate communal electorate for the Muslims. ഇവിടെ കൊടുത്തിട്ടുണ്ട് the Minto Morley reforms of 1909, Montagu Chelmsford reforms of 1919, the Act of 1892, the Act of 1935. ഇതും നമ്മുടെ GK-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ A എന്ന് പറയുന്ന ഓപ്ഷനാണ് the Minto Morley reforms of 1909. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, അത് നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. The Italian who regarded as the father of humanism. ആരാണ്? മാർട്ടിൻ ലൂതർ ആണോ, ഗലീലിയോ ആണോ, ജോൺ നോസ് ആണോ, പെട്രാക്ക് ആണോ? ആരാണ്? പെട്രാക്ക് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് വിശകലനം ചെയ്യേണ്ട ചോദ്യമാണ്. കാരണം മാർട്ടിൻ ലൂതറിനെ കുറിച്ചും ഗലീലിയെ കുറിച്ചും ജോൺ നോസിനെ കുറിച്ചും പെട്രാക്കിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 pillars of Gandhian philosophy are. അതാണ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് ദ ഹോംലാൻഡ് ആൻഡ് റെനൈസൻസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ്. ഇത് നമ്മൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇത് ഇറ്റലിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ ഹിസ്റ്റോറിക് ക്വിറ്റ് ഇന്ത്യ റവല്യൂഷൻ വാസ് പാസ്ഡ് ഓൺ 8th August 1942 അറ്റ്. അപ്പൊ ഇത് GK-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? ബോംബെ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ നാഷണലിസ്റ്റ് who took a leading role in the formation of Congress Socialist Party as a protest against compromising politics of Gandhi. ഇതും GK ആണ്. അത് ആൻസർ ഇതാണ്, ജയപ്രകാശ് നാരായണ. ഇനി അടുത്തത്,
The Parliament passed the Right to Information Act in ഇതും GK ആണ് 2005 ഓക്കെ. ഇനി അടുത്തത് The French economist who won the Nobel Prize in 2014. ഇതിന് PSC ഫൈനൽ ആൻസർ കീഴിൽ ആൻസർ കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഷോൺ ടി റോൾ ആണ്. ഇവിടെ അതേപോലെ സംഭവം കിടപ്പുണ്ട്, ഷാങ് ടി റോൾ എന്ന് പറയുന്നത്, പക്ഷെ ഇങ്ങനല്ല എന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അതുകൊണ്ടാണ് PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? നമ്മളെ ജീൻ എന്ന് പറയത്തില്ലേ, GAEN ജി എന്ന് പറയും, പക്ഷെ അത് ഷോൺ എന്നാണ് വായിക്കേണ്ടത്. റോൾ TIROLE എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇതാണ് കറക്റ്റ്, GEANTIROLE റോൾ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, ഡിലീറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി 2014 അർജുന അവാർഡ് വിന്നർ ടോം ജോസഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗെയിം ഏതാണ്? വോളിബോൾ. വോളിബോളുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ടോം ജോസഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം GKയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, അതായത് കറണ്ട് അഫയേഴ്സ്, അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മെജോറിറ്റി പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക സ്പീക്ക് ദ ലാംഗ്വേജ് സ്പാനിഷ് ആണ്. ഓക്കെ, സ്പാനിഷ്. അടുത്തത്, ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഷിഫ്റ്റഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി. എന്നായിരുന്നു 19 ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതും GKയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്തത്, ദ ഇന്ത്യൻ ലീഡർ ടു ഹും ദ ബ്രിട്ടീഷ് കാൾ ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്. അപ്പൊ ഇതും GK ക്വസ്റ്റ്യൻ ആണ്, അത് ബാലഗംഗാധർ തിലക്കാണ്. ഇനി അടുത്തത്, ദ ക്ലാസിക്കൽ വർക്ക് ഡോൺ കിക്സോട്ട് ഈസ് കമ്പോസ്ഡ് ബൈ ദ ഫേമസ് സ്പാനിഷ് റൈറ്റർ. ഇത് നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേതാണ്? സെർവാൻസ് ആണ്. C എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജർമ്മൻ അസ്ട്രോണമർ ഹു പ്രൂവ്ഡ് ദ എലിപ്റ്റിക്കൽ മൂവ്മെന്റ് ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. അതാണ് ജൊഹാനസ് കെപ്ലർ ആണ്. ഇവിടെ H എന്നാണ് കൊടുത്തിരിക്കുന്നതല്ല, J ആണ്. ജൊഹാനസ് കെപ്ലർ എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് അമോങ് ദ ഫോളോയിങ് ലേണിംഗ് മെറ്റീരിയൽ ഇസ് റിലേറ്റഡ് ടു ICT? ഇതാണ് വൈറ്റ് ബോർഡ് ആണ്, വൈറ്റ് ബോർഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ വേർഡ് ഗ്രേഡിംഗ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗ്രേഡസ് ബിലോങ്സ് ടു ലാറ്റിൻ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ? ഏതാണ്? റാൽഫ് ടൈലർ ആണ്, റാൽഫ് ടൈലർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, the research method used for solving a real problem in one's own working field is called action research. ആണ് action research. ഇനി അടുത്ത ചോദ്യം, which of the following is not related to reciprocal teaching? റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായി ബന്ധമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അതാണ് റൈറ്റിംഗ് ആണ്, റൈറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ഹു ഈസ് സാൻ ഡിഗോസ് ഫേവറേറ്റ്. അതാണ് ജോയ് ഡിമാഗിയോ. ഓക്കെ, ജോയ് ഡിമാഗിയാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ ഫ്രം ഗ്രേസ് എലിജി ദ പ്ലോഫ്മാൻ ഹോംവാർഡ് പ്ലോട്ട്സ് ഹിസ് വിയറി വേ. ഏതായിരിക്കും? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. ഓക്കെ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, കാരണം മെറ്റോണമി, സിമിലി, മെറ്റഫോർ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയേണ്ടതായിരിക്കും. ഇനി അടുത്തത്, സൺ ഓഫ് ഉലീസസ് ടു ഹും ഹി ബെസ്റ്റോർഡ് ദ ചാർജ് ഓഫ് ഹിസ് കൺട്രി ഇത്തക്ക. ഇതാണ് ടെലിമാക്കസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന ആൻസേഴ്സ് ആണ്, ടെലിമാക്കസ്. ഇനി അടുത്ത ചോദ്യം, ദ ഗ്രീക്ക് പ്ലേ റൈറ്റ് ഹു ഈസ് റെഫേർഡ് ടു ഇൻ ഡവർ ബീച്ച്. ആരാണ്? സോഫോക്ലസ് ആണ്. ഓക്കെ, സോഫോക്ലസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നെയിം ദ പോയറ്റിക് കളക്ഷൻ ഇൻ വിച്ച് എ പ്രയർ ഫോർ മൈ ഡാറ്റർ വാസ് പബ്ലിഷ്ഡ് ഇൻ 1921. ഏത് പോയറ്റിക് കളക്ഷനിലായിരുന്നു എ പ്രയർ ഫോർ മൈ ഡാറ്റർ പ്രസിദ്ധീകരിച്ചത്? മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ എന്ന് പറയുന്ന ഈ പറയുന്ന കളക്ഷനിലായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ദ വിന്നിംഗ് സ്റ്റെയർ ആൻഡ് അതറും ദ റിംഗ് ആൻഡ് ദ ബുക്കും കളക്ടഡ് പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നമുക്ക് നോക്കാം, ദ തീം ഓഫ് എസീക്കൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ.
സൂപ്പർസ്റ്റിഷൻ ആണ്. അതാണ് സൂപ്പർസ്റ്റിഷൻ. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് വേർഡ്. I was shocked to see the dash of the damage caused by the storm. അപ്പൊ ഇത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എക്സ്റ്റെന്റ്, എക്സ്റ്റിങ്ക്ട്, എക്സാക്ട്, എക്സ്റ്റെന്റ്. ഇതിനകത്ത് ഇത് വരും എക്സ്റ്റെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇൻഫോം ഹോം ബറിയൽ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ഏതാണ്? ഡ്രമാറ്റിക് ലിറിക് ആണ്. ഓക്കെ, അതായത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോം ബറിയൽ എന്ന് പറയുന്നത് ഏത് ഫോമും പെടും? ഈ പറഞ്ഞിരിക്കുന്ന ഡ്രമാറ്റിക് മോണോലോഗ് ആണോ, ഡ്രമാറ്റിക് ലിറിക് ആണോ, ഡ്രമാറ്റിക് ഐറണി ആണോ, മെലോഡ്രാമയാണോ? ഇതിനകത്ത് ഏത് വരും എന്നാണ് ചോദ്യം. അപ്പൊ അതായിരിക്കും ഡ്രമാറ്റിക് ലിറിക് ആണ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി, ദിസ് പോയം ഈസ് one of the greatest in the English language. Which critic opined this about Emily Dickens? Because I could not stop for death. അപ്പൊ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന എമിലി ഡിക്കൻസിന്റെ പോയത്തെ കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? അലൻ ടേറ്റ് ആണ്. ആരാണ്? അലൻ ടേറ്റ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the year in which Walt Soyinka won Nobel Prize in Literature. അതെന്നാണ്? 1986 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഈസ് മൈ ഡാഷ്, സെലക്ട് ദ റൈറ്റ് വേർഡ്. എന്റെ വിശ്വസ്തനാണ് അവൾ എന്നാണ് പറയുക. അപ്പൊ വിശ്വസ്തൻ എന്ന് പറഞ്ഞെങ്കിൽ ഏതായിരിക്കണം? കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ്. ഓക്കെ, നീ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതെന്താണ്? ആത്മവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം എന്നർത്ഥമല്ല. ഇനി കൺഫൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിശ്വാസം ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതല ഏൽപ്പിക്കുക നമ്മൾ കൺഫൈഡ് എന്ന് പറയുന്നത്. അതായത് വിശ്വസിച്ച് എന്തെങ്കിലും ചുമതല ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ കൺഫൈഡ് എന്ന് പറയുന്നത്. ഇനി കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു അബ്രിവിയേഷൻ ആണ്. ഓക്കെ, കോൺഫിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ കോൺഫിഡന്റ്, ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, വാട്ട് ഡസ് ദ ലൈറ്റ് സ്റ്റാൻഡ് ഫോർ ഇൻ ദ ഫോട്ടോഗ്രാഫ് ഇൻ ആൻവേഴ്സ് പോയം? ഏതാണ്? ക്രിയേറ്റിവിറ്റി ഓഫ് ദ വിമൻ ആണ്. ക്രിയേറ്റിവിറ്റി ഓഫ് ദ വിമൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡ്രീം ഷെയർഡ് ബൈ ഡേവിഡ് ജോബ് അറ്റ് ദ എൻഡ് ഓഫ് ആഫ്രിക്ക? ഏതാണ്? എ ഫ്രീ ആഫ്രിക്ക എന്ന് പറയുന്ന ഡ്രീമാണ്. എ ഫ്രീ ആഫ്രിക്ക. അടുത്തത്, ഹു ഈസ് മാക്ബത്ത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ? ആരാണ്? തേൻ ഓഫ് ഗ്ലാമിസ് ആണ്. തേൻ ഓഫ് ഗ്ലാമിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈം സ്റ്റാൻഡ്സ് ഫോർ സ്പീക്കിംഗ് ബൈ സഷ്വർ ആണ്. പെരോൾ ആണ്. പെരോൾ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയണം, പെരോൾ അറിയണം, സൈൻ അറിയണം, സിഗ്നിഫൈഡ് നമുക്ക് അറിയണം. അതുകൊണ്ട് അടുത്തത്, ഹു ടോക്സ് അബൌട്ട് ഹൗ ടെയിൽ ബിയറേഴ്സ് ആർ ആസ് ബാഡ് ആസ് ദ ടെയിൽ മേക്കേഴ്സ് ഇൻ സ്കൂൾ ഫോർ സ്കാൻഡൽ? ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? മിസിസ് കാൻഡ്രോ ആണ്. മിസിസ് കാൻഡ്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സബ് ടൈറ്റിൽ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ഇങ്ങനെയുള്ള എന്തെങ്കിലും സബ് ടൈറ്റിലൊക്കെ ചോദിക്കും. അപ്പോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നതിന്റെ സബ് ടൈറ്റിൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, നെയിം ദ ഡാൻസ് പ്രാക്ടീസ്ഡ് ആൻഡ് പെർഫോംഡ് ബൈ നോറ ഇൻ എ ഡോൾസ് ഹൗസ്. ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ചോദ്യമാണ്. കാരണം എന്തൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത്, ദ ഫിലിം വേർഷൻ ഓഫ് ഷോസ് പിഗ്മാലിയൻ. ഇത് PSC ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിഗ്മാലിയന്റെ ഫിലിം വേർഷൻ എന്ത് തന്നെയാണ്? പിഗ്മാലിയൻ തന്നെയായിരുന്നു. ഓക്കെ, ഇതാണ്. അതായത് 1938 1938 ഇറങ്ങിയ ഒരു സിനിമയാണ് പിഗ്മാലിയൻ എന്ന് പറയുന്നത്. അത് ഷായുടെ 1913 എഴുതിയ പിഗ്മാലിയൻ എന്ന് പറയുന്ന നാടകത്തിന്റെ ഫിലിം വേർഷനാണ് പിഗ്മാലിയൻ തന്നെ. അത് 1938 ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് പക്ഷെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതെന്താണെന്ന് അറിയില്ല. ദ ഫിലിം വേർഷൻ ഓഫ് ഷോസ് പിഗ്മാലിയൻ, അതെന്താണ്? പിഗ്മാലിയൻ തന്നെയാണ്. അടുത്തത്, സെറ്റിംഗ് ഓഫ് ദ പ്ലേ റൈഡേഴ്സ് ടു ദ സീ. ഇതാണ് ആരൻ ഐലൻഡ്സ്. ആരൻ ഐലൻഡ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ.
അടുത്തത് ഹു ഈസ് ബെർണാഡ് ഇൻ ദ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? ആരാണ്? എ ലോയർ ആണ് അദ്ദേഹം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് എ പ്ലേ that deals with the narcissism of the self-involved hero who undergoes a test put to him by the wife in order to survive. ഏത് നാടകമാണ്? നാഗമണ്ഡല ആണ്. നാഗമണ്ഡല. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബെക്കൺ യൂസിംഗ് സ്റ്റഡീസ് ടു മച്ച് ഫ്രം ഓർണമെന്റ് ഈസ് അഫക്റ്റേഷൻ ആണ്. അഫക്റ്റേഷൻ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഹു ഹാസ് ദ ലിബർട്ടി ഓഫ് സ്റ്റാറിംഗ് ദ ഫയർ അറ്റ് എ ക്ലബ്? ആരാണിത്? സർ ജോഫ്രി നോച്ച്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് വാട്ട് സീംസ് ടു ബി ദ ഫൗണ്ടേഷൻ ഫോർ ലിബർട്ടി അക്കോർഡിംഗ് ടു A.G. ഗാർഡിനർ? ഏതായിരുന്നു? സാക്രിഫൈസ് ആണ്. ഓക്കെ, സാക്രിഫൈസ്. ഇനി അടുത്തത് ഐഡന്റിഫൈ ദ പോയം ദാറ്റ് ബിഗിൻസ് വിത്ത് ദീസ് ലൈൻസ്. ഏതാണ്? 5 years have passed, 5 summers with a length of 5 long winter എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പോയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ടിൻഡൻ അബി ആണ്. എന്താണ്? ടിൻഡൻ അബി. അടുത്തത് സൗണ്ട്സ് ദാറ്റ് ആർ ആർട്ടിക്കുലേറ്റഡ് വിത്ത് എ സ്ട്രക്ചർ ഓഫ് ക്ലോസ് അപ്രോക്സിമേഷൻ. അത് പ്ലോസീവ്സ് ആണോ, അഫ്രിക്കേറ്റ്സ് ആണോ, ഫ്രിക്കേറ്റീവ്സ് ആണോ, ലാറ്ററൽസ് ആണോ? ഏതായിരിക്കും? ഫ്രിക്കേറ്റീവ്സ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദ ഓൺലി സൗണ്ട് ഫൗണ്ടേഷൻ ഫോർ എ സിവിലൈസേഷൻ ആസ് പെർ ഫോസ്റ്റേഴ്സ് ഒപ്പീനിയൻ. ഏതാണ്? സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സോഴ്സ് ആൻഡ് ഒറിജിൻ ഓഫ് wuthering heights. wuthering heightsന്റെ സോഴ്സും ഒറിജിനും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണ് ജർമ്മൻ ടെയിൽ ബൈ ഹോഫ്മാൻ. ഹോഫ്മാന്റെ ജർമ്മൻ ടെയിൽ ആണ് wuthering heightsന്റെ സോഴ്സും ഒറിജിനും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് വിച്ച് മെത്തേഡ് ഇൻ ELT ഈസ് ഗവേൺഡ് ബൈ ദ മാക്സിമം പ്രൊസീഡ് ഫ്രം നോൺ ടു അൺനോൺ? ഏതാണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ജോർജ് ഓർവെൽസ് ആനിമൽ ഫാം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? ഡൈസ്റ്റോപ്പിയൻ ഫിക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. എന്താണ് യൂട്ടോപ്പിയൻ ഫിക്ഷൻ, എന്താണ് മാജിക് റിയലിസം, എന്താണ് റിയലിസം എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യം ഹു സിംബലൈസസ് ദ ബർഡൻ ഓഫ് ദ അൺകോൺഷ്യസ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് എ സൊസൈറ്റി പ്ലേസസ് അപ്പോൺ എ വിമൻ ഇൻ റൂട്ട്സ് ആൻഡ് ഷാഡോസ്? അതാണ് ജയന്ത് ആണ്. ഓക്കെ, ജയന്ത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് ജോൺ ഡൺ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് നെയിംലി. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് മെറ്റാഫിസിക്കൽ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹു വാസ് അറസ്റ്റഡ് ഫോർ സോഫിസ് ഡെത്ത് ഇൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? ആണ് വെളുത്ത ആണ്. സി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ദ സെറ്റിംഗ് ഓഫ് ദ ബ്ലൂവസ്റ്റ് ഐ ഇതാണ് ലൊറൈൻ ആണ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ദ ഏൻഷ്യന്റ് ബുക്ക് ഓൺ ഡ്രമാറ്റിക് തിയറി ബൈ ഭരതമുനി ദാറ്റ് ഡീൽസ് വിത്ത് രസ. അതാണ് നാട്യശാസ്ത്രം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ട്രാൻസ്ക്രൈബ് ചെയിൻ. ചെയിൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്കറിയാം ഇത് ഇങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ചെയിൻ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അക്കോർഡിംഗ് ടു പോയറ്റിക്സ്. ഇതാണ് പെരിപെറ്റിയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു ചോദ്യമാണ്, കാരണം ബാക്കിയുള്ളത് എന്തൊക്കെയാണ് നമുക്ക് അറിയണം. അടുത്തത് അരിസ്റ്റോട്ടിൽ ഐ ഹാവ് ബീൻ ടോൾഡ് ഹാസ് സെഡ് ദാറ്റ് പോയട്രി ഈസ് ദ മോസ്റ്റ് ഫിലോസഫിക് ഓഫ് ഓൾ റൈറ്റിംഗ്സ്. ഇപ്പൊ ഇത്തരത്തിൽ പറഞ്ഞത് ആരാണ്? വേർഡ്സ്വർത്ത്. ഓക്കെ, അടുത്തത് കോൾറിഡ്ജ് സ്റ്റേറ്റ്സ് ഇൻ ബയോഗ്രഫിക് ലിറ്ററേറിയ ഗുഡ് സെൻസ് ഈസ് ദ ബോഡി ഓഫ് പോയറ്റിക് ജീനിയസ്, ഫാൻസി ഈസ് ഡ്രേപ്പറി, മോഷൻ ഈസ് ലൈഫ് ആൻഡ് ഇമാജിനേഷൻ ദ ഡാഷ്. ഇപ്പൊ എന്തായിരിക്കും വരിക? സോള. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ടച്ച് സ്റ്റോൺ ഇൻ ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസത്തിൽ ടച്ച് സ്റ്റോൺ എന്ന രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മാത്യു അർണോൾഡ് ആണ്. മാത്യു അർണോൾഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഹു ഒപ്പീൻ ദാറ്റ് ദ ബിസിനസ് ഓഫ് ദ പോയറ്റ് ഇസ് നോട്ട് ടു ഫൈൻഡ് ന്യൂ ഇമോഷൻസ് ബട്ട് യൂസ് ദ ഓർഡിനറി വൺസ് എന്ന് പറഞ്ഞത് ആരാണ്? ടി.എസ്. ഇലിയറ്റ് ആണ്.
ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡോൺ ട്രൈ ഡാഷ് അതർ പീപ്പിൾസ് സീക്രട്സ് കംപ്ലീറ്റ് വിത്ത് പ്രിപ്പോസിഷൻ. അപ്പൊ ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്തായിരിക്കും? ഡോൺ ട്രൈ ഇൻ ടു എന്നാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ആർമർ ബിയറർ ടു മാക്ബത്ത് ആരാണ്? സേറ്റൻ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ഫാദർ ഫിഗർ ഇൻ ദ പോയം ഡാഡി ഈസ് ആണ് എ നാസി. അത് നാസി ആണ്. അടുത്തത്, ഹു ഓതേർഡ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ ആണ്? റോമൻ ജക്കോബ്സൺ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ഇൻ ലക്കാനിയൻ ലിറ്റററി ക്രിറ്റിസിസം ദ സ്റ്റേജ് ആഫ്റ്റർ അക്യൂസിയേഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് കാൾഡ് ഏതായിരിക്കും? സിംബോളിക് സ്റ്റേജ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, one of a set of multiple possible spoken sounds used to pronounce a single phoneme ഏതായിരിക്കും? allophone. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ഐഡന്റിറ്റി, ഐഡന്റിഫൈ അല്ല ഐഡന്റിറ്റി എന്നാണ്. ഓക്കെ, ദ ഐഡന്റിറ്റി ഓഫ് ഗോദോ ഇൻ ബെക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്താണ്? നോ ഐഡന്റിറ്റി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a morpheme that has syntactic characteristics of a word but depends phonologically on another word or phrase ഏതായിരിക്കും? critic ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, whose ideas inspired transformational generative grammar ആരുടെയാണ്? നോം ചോംസ്കിയുടെ. അടുത്ത, p is an example for, അത് ഈ സൗണ്ട് is an example for എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോയിസ്ലെസ് ബൈലേബിൾ പ്ലോസീവ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, മാർക്ക് ദ സ്ട്രെസ് ഇൻ ദ വേർഡ് അനദർ. അതായത് ഈ പറയുന്ന വാക്കില് സ്ട്രെസ് എവിടെ വരും? എവിടെ വരും നമുക്കറിയാം? ന എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ, നദർ എന്നാണ് പറയുന്നത്. അവിടെ സ്ട്രെസ് കുറച്ചേ നമ്മൾ പറയത്തുള്ളൂ. നദർ. ഇതാണ് കറക്റ്റ് വരിക. അടുത്തത്, ദ നിക് നെയിം ഓഫ് ലോറ വിങ്ഫീൽഡ്. ലോറ വിങ്ഫീൽഡ് നിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആണ് ബ്ലൂ റോസസ് ആണ്. ഇതാണ് ബ്ലൂ റോസസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ട്രാൻസ്ക്രൈബ് ദ വേർഡ് മൊബൈൽ. മൊബൈൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊബൈൽ എന്നാണ് പറയേണ്ടത്. അതായത് ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ ഒരു സംഭവം അല്ല, ഈ ഇയെ തിരിച്ചിടുന്ന രീതിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ മൊബൈൽ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, ഡി. അടുത്തത്, അമേരിക്കൻ ഇക്വലന്റ് ഓഫ് ദ ബ്രിട്ടീഷ് വേർഡ് അൽസേഷ്യൻ. അൽസേഷ്യൻ എന്ന് പറയുന്ന വേർഡിന്റെ അമേരിക്കൻ ഇക്വലന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ജർമ്മൻ ഷെഫേർഡ് ആണ്. സി എന്ന് പറയുന്ന ഓപ്ഷൻ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഹി വാസ് അക്യൂസ്ഡ് വിത്ത് മർഡർ എന്നൊരു സെന്റൻസ് വന്നിട്ടുണ്ട്. കറക്റ്റ് സെന്റൻസ് ഇഫ് നെസസറി. ഈ സെന്റൻസിനെ കറക്റ്റ് ചെയ്യും. അപ്പൊ ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അക്യൂസ്ഡിന് ശേഷം നമുക്ക് വിത്ത് അല്ല വരേണ്ടത്, ഓഫ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹി വാസ് അക്യൂസ്ഡ് ഓഫ് മർഡർ എന്നാണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്റോണിം ഓഫ് സെനിത്ത്. സെനിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? നാഡിർ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത, ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. പേഴ്സൺ, ആനിമൽ ഓർ ഒബ്ജെക്ട് കൺസിഡർ ലൈക്ലി ടു ബ്രിങ് ഗുഡ് ഫോർച്യൂൺ ആണ് മസ്കോട്ട് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ, ബി. ഭാഗ്യചിഹ്നം നമ്മൾ പറയും. അടുത്തത്, യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ എന്താണ്? സ്റ്റിമുലേറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സെൻസസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വൺ ഓഫ് ദ 30 ബോയ്സ് ഓഫ് ദ ക്ലാസ്. അപ്പൊ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം വൺ ഓഫിന് ശേഷം പിന്നെ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ വേർഡ് ഓർഡർ. ശരിയായ വേർഡ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കും ഗേൾ ഓഫ് നൈസ് മാനേഴ്സ് ആൻഡ് അപ്പിയറൻസ് വാണ്ടഡ് ടു ടെലിഫോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, സിനോണിം ഓഫ് ചെഡോ ആണ് എ ലൂസ് റോബാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹു ക്യാൻ യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ ആണ് ആംബി ഡെക്സ്ട്രസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി യൂസ് ദ ആർട്ടിക്കിൾ. ദ ടീച്ചർ ഡ്രൂ എ ട്രീ ഓൺ ആണ് വരിക, ദ ആണ് വരിക, ആണ് ദ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത്, യൂസ് suitable preposition. The minister express his concern dash the people affected by the floods. ആയിരിക്കും for ആണ്. ഇതെല്ലാം ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം,
The branch of linguistics that deals with the study of meaning, changes in meaning, and the principles that govern the relationship between sentences or words and their meanings. നമുക്കെല്ലാവർക്കും അറിയാം സെമാൻറ്റിക്സ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് കംപ്ലീറ്റ് വിത്ത് എ സ്യൂട്ടബിൾ ക്ലോസ്. ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ക്ലോസിലെ ഒരു ചോദ്യമാണ്. ഇഫ് ഹി ഹാഡ് ആസ്ക്ഡ് മീ, പാസ്റ്റ് പെർഫെക്റ്റ് വന്നു, അപ്പൊ വുഡ് ഹാവ്, ഷുഡ് ഹാവ് ഒക്കെ വരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷൻ, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത യൂസ് അപ്രോപ്രിയേറ്റ് ടെൻസ്. ഇറ്റ് ഡാഷ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓഫ് ഫ്ലോയിങ്. അപ്പൊ എന്തായിരിക്കും? ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹാസ് ബീൻ റെയിനിങ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരും, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓഫ് ഫ്ലോയിങ്. അത് ഫോർ അല്ലെങ്കിൽ സിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത യൂസ് ഫ്രേസൽ വെർബ്. ദ പ്ലെയിൻ ഡാഷ് ആഫ്റ്റർ റിപ്പേഴ്സ്. പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഉയർന്നു പൊങ്ങി എന്നൊക്കെയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ടുക്ക് ഓഫ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ഹാവ് നെവർ ഈറ്റൻ ഡാഷ് നൈസ് മാംഗോസ് ആസ് ദിസ്. യൂസ് കൺജങ്ഷൻ. എന്താണ്? സച്ച് ആണ്. ഇത്തരത്തിലുള്ള നൈസ് മാംഗോസ് ഞാൻ ഇതിനോട് കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സച്ച് ആണ് വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോക്ടർ ആസ്ക് ദ പേഷ്യന്റ് ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സഹായക്രിയയിൽ തുടങ്ങുന്ന ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ വെദർ അല്ലെങ്കിൽ ഇഫ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ വരും, ദ ഡോക്ടർ ആസ്ക് ദ പേഷ്യന്റ് വെദർ, പിന്നെ ഇതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ യു ഡിഡ് ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ് എന്നാവും. എന്നിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ യു എന്ന് പറയുമ്പോൾ എന്താവും? ഹി ആയി മാറും. എന്നിട്ട് ഡിഡ് ഈറ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. അപ്പൊ ഹാഡ് ഈറ്റ് എന്ന് വരും. അപ്പൊ ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ് എന്ന് പറയണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഇതാണ്, ദ ഡോക്ടർ ആസ്ക് ദ പേഷ്യന്റ് വെദർ ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അടുത്ത, ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം, ചേഞ്ച് ദ വോയിസ്. അപ്പം ഇത് ക്വസ്റ്റ്യൻ രീതിയിൽ വന്നിരിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ ഇതിന് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ നമ്മൾ നിലനിർത്തണം. എപ്പോഴാ? വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഇതെന്ന് പറയാൻ സിമ്പിൾ പ്രസന്റിലെ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് വോയിസിൽ സഹായക്രിയ വരണം. അപ്പൊ എന്ത് വരും? ഡു വരും. കാരണം ഈ ദം അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ദേ ആവുമല്ലോ. അപ്പൊ ഡു ദേ. അപ്പൊ ഡു ദേ സ്പീക്ക് മലയാളം എന്ന രീതി വരണം. അപ്പൊ അത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാൻ വിശദീകരിച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തത്, ഇറ്റ് റെയിൻ എസ്റ്റർഡേ ഡാഷ് ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പോസിറ്റീവ് ആണ്. അപ്പം സഹായക്രിയ ഡിഡ് ആണ്. അപ്പൊ ഡിഡ് ഇൻറ്റ് ഇറ്റ്. അപ്പൊ ഡിഡിൻറ്റ് ഇറ്റ് എന്ന് പറയണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത, ഹിസ് ഐസ് കോട്ട് എ ഹീപ്പ് ഓഫ് ലെറ്റേഴ്സ്, ദേ വർ ലൈയിങ് ഓൺ ദ ടേബിൾ. കമ്പൈൻ യൂസിങ് എ റിലേറ്റീവ് ക്ലാസ്. റിലേറ്റീവ് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഹിസ് ഐസ് കോട്ട് എ ഹീപ്പ് ഓഫ് ലെറ്റേഴ്സ് വിച്ച് വെർ ലൈയിങ് ഓൺ ദ ടേബിൾ എന്നാണ് കറക്റ്റ് വരിക. അപ്പൊ ഇതാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പോഡ്കാസ്റ്റ്? എന്താണ് പോഡ്കാസ്റ്റ്? എന്തായിരിക്കും? ഓഡിയോ സംടൈംസ് വീഡിയോ പ്രോഗ്രാംസ് ഓൺ ദ വെബ്, ദാറ്റ് ഈസ് പോഡ്കാസ്റ്റ്. ഇനി അടുത്തത്, ഡിസ്കോഴ്സ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ടീച്ച്. ഇതും ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. പക്ഷെ കറക്റ്റ് ആൻസർ ഗ്രാമറാണ്. ഓക്കെ, അതായത് ഡിസ്കോഴ്സ് മെത്തേഡ് സൂട്ടബിൾ എന്തിന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്? ഗ്രാമറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെയിന്റർ ഓഫ് ദ പോർട്രേറ്റ് ഓഫ് ലാസ്റ്റ് ഡച്ചസ്. ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് പെയിന്റർ ആരായിരുന്നു? ആ പോർട്രേറ്റിന്റെ ആരാണ്? ഫ്രാ പെൻഡോർഫ്. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ്? ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ മെയിൻ ഫീച്ചർ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഡസന്റ് റിക്വയർ ജഡ്ജ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ സ്കോർ. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ റിച്വൽ ഓഫ് ഡെത്ത്? ആരാണ്? ഫ്രാൻസ് ഫാനൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഈ പറയുന്ന 22/7/2015 എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു രീതി, ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മൾ കേറ്ററ്റിന്റെ ക്ലാസ്സും കൂടെ ഉടനെ ആരംഭിക്കുന്നു. അതിന്റെ അറിയിപ്പ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.